സഹോദരനും ഹസ്ബൻഡും ഇവരെല്ലാം ഭയങ്കര ഇവിടെയുള്ള ഈ നാട്ടിലെ മുഴുവൻ പ്രവർത്തകരും എന്നോട് ഭയങ്കര സപ്പോർട്ടാണ്. ഇവിടെ വെള്ളമില്ല, പിന്നെ റോഡുകളെല്ലാം പൊളിഞ്ഞിറങ്ങാൻ, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്കൊരു ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ CCTV ക്യാമറ വെച്ച് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ നമുക്ക് എളുപ്പം കാണാൻ പറ്റും. ഇവിടെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? നല്ല പ്രചരണമാണ്. നമ്മൾ വീട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. കുടുംബം മുഴുവൻ UDF പ്രവർത്തകരാണ്, മുന്നേ നിന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രവർത്തന പരിചയമുണ്ട്, അവരുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടല്ലോ. സപ്പോർട്ട് ഉണ്ട്. എന്റെ ഭർത്താവ് 1988 മുതൽ 2000 വരെ കൗൺസിലായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫിനാൻസ്, ടാക്സ്, അപ്പീൽ കമ്മിറ്റി ചെയർമാനായിരുന്നു. എന്റെ സഹോദരനും കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു. ഇപ്പൊ വനിതാ വാർഡ് ആയതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ നിന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ശ്രീലേഖ IPS ആണ്, അമൃതയാണ്. അമൃതയൊക്കെ റീലിലൊക്കെ ഭയങ്കര ഇതാണ്. അത്തരത്തിൽ റീലിലാണോ റിയലിലാണോ? ഇല്ല, മത്സരങ്ങളല്ലേ, അതെല്ലാം നമ്മൾ റിയൽ ലൈഫ് നോക്കിയിട്ട് മതിയല്ലോ. എന്ന് തോന്നുന്നു വിജയ സാധ്യതയെ 100% വിജയം ഉറപ്പാണ്. ഹസ്ബൻഡാണ് ഏറ്റവും വലിയ സപ്പോർട്ടും തോന്നുന്നത്. അതിൽ സഹോദരനും ഹസ്ബൻഡും ഇവരെല്ലാം ഭയങ്കര ഇവിടെയുള്ള ഈ നാട്ടിലെ മുഴുവൻ പ്രവർത്തകരും എന്നോട് ഭയങ്കര സപ്പോർട്ടാണ്. തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി നല്ല ഭൂരിപക്ഷം കിട്ടും. ജനങ്ങൾ നല്ല അനുകൂലമാണ്. ഈ രണ്ട് ഭരണങ്ങൾ പ്രശ്നങ്ങളുണ്ട്, അത് കണക്കാക്കി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് എന്റെ അഭിപ്രായം. ശാസ്തമംഗൽ എന്ന് പറയുന്ന തലസ്ഥാനത്തിന്റെ ഒരു ഹൃദയഭാഗം തന്നെയാണ്. അപ്പോൾ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ട്രാഫിക്കിന്റെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിരവധി പ്രവർത്തനങ്ങൾ, ഒരുപക്ഷെ കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് അല്ലെ. ഒരു സാധാരണക്കാരും ഉണ്ട്, ഈ പറയുന്നോണം ഉന്നത വ്യക്തികളും ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെയാണ് പ്രകടന പത്രികയിലുള്ളത്? നമുക്ക് വികസനങ്ങൾ ഒരുപാട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് തന്നെ നമ്മൾ വാഗ്ദാനങ്ങൾ നൽകുകയല്ല, നമ്മൾ പ്രവർത്തനത്തിൽ കൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നോക്കം കാണിക്കുന്നത്. നല്ല ശാസ്തമംഗലത്ത് എല്ലാവരും എപ്പോഴും പറയപ്പെടുന്ന ഒരു പരാതി എന്തായിരിക്കും? ഇവിടെ വെള്ളമില്ല, പിന്നെ റോഡുകളെല്ലാം പൊളിഞ്ഞിറങ്ങാൻ, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്കൊരു ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ CCTV ക്യാമറ വെച്ച് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ നമുക്ക് എളുപ്പം കാണാൻ പറ്റും. ഇവിടെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. ജയിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? നമുക്ക് റോഡുകളൊക്കെ ചെയ്യണം, ഓരോന്നായിട്ട് ഓരോ ഇതായിട്ട് ചെയ്യും. സ്ട്രീറ്റ് ലൈറ്റ്, ഡ്രെയിനേജ് കാണാം. ഇവിടെ പലയിടത്തും ഇല്ല. ഒരുപാട് ബുദ്ധിമുട്ട് റോഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. നമ്മൾ പോയപ്പോ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിയാക്കി എടുക്കണം. ഇവിടുത്തെ നേരത്തെ ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ അതിനെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്ത നമ്മൾ ജനങ്ങൾക്കറിയാം. ജനങ്ങൾ വിധി എഴുതുമല്ലേ? അതെ. ഇപ്പൊ ഓഫീസ് തന്നെ വീടാണ്. അപ്പൊ അത്രയ്ക്ക് ഇതാണ്. അതുപോലൊരു മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പറ്റത്തില്ല. മറ്റൊരു സ്ഥാനാർത്ഥി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. അതെ തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ നോക്കിയപ്പം ഇതെന്താണ് ഇവിടെ തൊട്ട് ബാക്കില് വീട് മേടം നന്നായിട്ട് ഒരുങ്ങി വരുന്നു. അപ്പൊ എനിക്ക് സംശയം എന്താണ് ഇത്? അപ്പൊ ഓഫീസ് തന്നെ വീടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് വീടല്ലേ? ഇത് കുടുംബ വീടാണ്. ഞാൻ ജനിച്ച വേണമെന്ന് വീടാ. ഞാൻ എന്റെ സഹോദരൻ എല്ലാവരും ജനിച്ച വീടാ. ഒത്തിരി പഴയ തറവാടാ. ഇതെല്ലാം ചെറുപ്പകാലം മുതലേ കോൺഗ്രസ് കണ്ടുവാണ്. പാരമ്പര്യമായിട്ട് സ്കൂൾ തൊട്ടേ ഇതെല്ലാം കണ്ടുവന്നെ. ചേട്ടനെ ബ്രദറായാലും ഹസ്ബൻഡായാലും സ്കൂളിൽ KC കൂടെ വന്ന് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. ഏതായാലും കിടപിടിക്കുന്നവര് ചില്ലറക്കാരല്ല. അതിനൊന്നും കുഴപ്പമില്ല. നമ്മള് മത്സരമല്ലേ, ഫൈറ്റ് ചെയ്യുക. അത് നല്ല രസമല്ലേ, നമുക്ക് ഊർജ്ജം നൽകും. അങ്ങനെയുള്ളവരായിട്ട് മത്സരിക്കാൻ ഭയങ്കര ശക്തമേറിയ മത്സരിക്കാൻ നമുക്ക് അതിനുള്ള ഉണ്ടാവും. തീർച്ചയായിട്ടും റിയൽ ലൈഫാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തില് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ മാഡത്തിന് സാധിക്കട്ടെ. ഏതായാലും എല്ലാവിധ. സർ, ശാസ്തമംഗലത്ത് ഒരു കടുകട്ടി പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇപ്പൊ UDF പ്രവർത്തകയായ സർല, മാഡത്തിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അമൃത, ഒരുപക്ഷെ ശ്രീലേഖ IPS എന്നിവരാണ്. കാരണം BJP തലസ്ഥാനം പിടിക്കും എന്നുള്ള രീതി നിൽക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ നോക്കുമ്പോൾ UDFന് വലിയ രീതിയിലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത്തവണ എങ്ങനെയായിരിക്കും? ഇത്തവണ UDFനാണ് മേൽക്കൈ. കാരണം നമ്മുടെ സ്ഥാനാർത്ഥിത്വം വളരെ നേരത്തെ നമ്മൾ നിശ്ചയിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഒരു റൗണ്ട് പൂർത്തിയായതിനു ശേഷമാണ് മറ്റ് സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു. പിന്നീട് ഇപ്പം BJPയിലാണെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വളരെ കൂട്ടമായ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. കാരണം അത് ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് അയാളുടെ മനോവിഷമം കൊണ്ട് ചെയ്തതല്ല. അയാളുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ നിന്നാൽ നിങ്ങളെ തകർത്തുകളെയും നിങ്ങളുടെ കുടുംബത്തെ തകർത്തുകളെയും എന്ന് പറഞ്ഞ ആ മനോവിഷമത്തിലാണ് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തത്. മറ്റൊരാള്
അനിൽ ഏറ്റവും നല്ലൊരു കൗൺസിലറും നമ്മുടെ തിരുവനന്തപുരം പ്രദേശത്തെ എല്ലാവരും ആദരിക്കുന്ന ഒരാളായിരുന്നു തിരുമല അനിൽ. അദ്ദേഹം ഒരു ബാങ്കില് അന്ന് കഴിഞ്ഞ ഞാൻ അറിഞ്ഞിടത്തോളം, ഞങ്ങളുടെ UDF അറിഞ്ഞിടത്തോളം കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥികൾ ചെലവാക്കിയ തുകയെല്ലാം, പല സ്ഥാനാർത്ഥികളും ചെലവാക്കിയ തുക അവിടുന്ന് ലോണായിട്ട് എടുത്തുകൊണ്ട് പോയതാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് തിരിച്ചു ചോദിച്ചപ്പോഴാണ് പലരും കൊടുക്കാത്തത്. അതുകൊണ്ട് ആ പ്രയാസത്തിലാണ് അദ്ദേഹം പോയി രാജീവ് ചന്ദ്രശേഖരനെ, ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ കണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നൺ ഓഫ് മൈ ബിസിനസ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അയാൾ ഒരു ആത്മാഭിമാനമുള്ളൊരു നേതാവായതുകൊണ്ടാണ് പിന്നെ തിരുമല അങ്ങനെ. ഇപ്പൊ ഇത്തരത്തിലുള്ള 2 മരണങ്ങൾ ഇന്നലെ മറ്റൊരു നേതാവ് BJP നേതാവ് സ്ഥാനാർത്ഥിയാകാത്തതിന്റെ പേരിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു, ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി. ഇതൊക്കെ സാരമായി ഒരുപക്ഷെ തലസ്ഥാനത്ത് ബാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പക്ഷെ അതിനപ്പുറം BJP കഴിഞ്ഞ തവണയുള്ള കൗൺസിലേഴ്സിനെ തന്നെയാണ് പലരെയും 10-12 പേരോളം പിന്നെയും അവർ നിർത്തിയിട്ടുള്ളൂ. ഒരുപക്ഷെ അവിടുത്തെ നാട്ടിലെ ചില നന്മകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ എന്നു കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ നിർത്തിയത്. അപ്പൊ ഒരുപക്ഷെ പ്രവർത്തനങ്ങൾ നോക്കിയല്ലേ ജനം വോട്ട് ചെയ്യുന്നത്? അങ്ങനല്ല, പ്രവർത്തനം മാത്രമല്ല മാനദണ്ഡമാക്കുന്നത്. കാരണം പൊതുവെ ഇപ്പം നമ്മള് ഒരു ടീം ക്യാപ്റ്റനെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. അതായത് ശബരിനാഥൻ. ഞങ്ങൾ ജയിച്ച് UDF അധികാരത്തിൽ വന്നാൽ ശബരിനാഥനെ പോലുള്ള ഒരു മിടുക്കനായ ഒരു യുവ നേതാവിനെ ഞങ്ങൾ മേയറാക്കും എന്നുള്ള ആ ഒരു ദൃഢമായ ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ശ്രീ ശബരിനാഥനെ നിർത്തിയത്. അപ്പൊ അതിന്റെ അലയൊലികൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ജനങ്ങൾ ഏറ്റെടുക്കും എന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ 40 വർഷമായിട്ട് കെടുകാര്യസ്ഥത. കാരണം ഒരു മേയർ വന്നിരുന്നാൽ പോലും ആ മേയറെ ഭരിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. മേയർക്ക് അവിടെ ഒരു കാര്യവുമില്ല. ആര്യ രാജേന്ദ്രൻ പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ കേൾക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിൽ നിന്ന് ഈ കോർപ്പറേഷനെ മോചിപ്പിക്കണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. കാരണം അതിനകത്ത് BJPക്ക് വലിയ റോള് വരുന്നില്ല. കാരണം BJP ഉയർത്തിക്കാട്ടുന്ന ഇപ്പം എല്ലാവരും പറയുന്നു പിന്നെ ശ്രീമതി ശ്രീലേഖ ആണ്, പിന്നെ അവർക്ക് പറ്റില്ല, അവർക്ക് മേയറാകാൻ പറ്റില്ല. അത് തെറ്റിദ്ധാരണജനകമായ ഒരു പ്രചരണമാണ്. കാരണം ഇവിടെ പുരുഷ സംവരണമാണ് മേയർ സ്ഥാനം, ഈ ജനറൽ അല്ല, പുരുഷ സംവരണമാണ്. അപ്പൊ പുരുഷന് മാത്രമേ ഇവിടെ മേയറാകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ശ്രീലേഖ മാഡം ജയിച്ചു വന്ന് ഒരിക്കലും അവർ മേയറാകാൻ പറ്റില്ല. അവര് ഒരു പ്രാദേശികമായ ഒരു കൗൺസിലറായിട്ടിരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ അവര് ഇവിടുത്തെ ശാസ്തമംഗലം പ്രദേശത്തുള്ള ആളുകൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ പ്രാപ്യമല്ല. ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കയ്യെത്തും ദൂരത്ത് കിട്ടണം. കയ്യെത്തും ദൂരത്ത് കിട്ടുന്ന ഒരു കൗൺസിലറിനെ മാത്രമേ വാർഡിൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ളൂ. ഇതിപ്പോൾ ഇവരെ കാണണമെങ്കിൽ 2 സെക്യൂരിറ്റി കടന്നു വേണം നമുക്ക് ഒരാവശ്യത്തിന് പോകാം. അവർ ഓഫീസ് തുറക്കുമെന്നൊക്കെ പറയുന്നെങ്കിലും ഇതൊന്നും പിന്നീട് കാണില്ല. അപ്പം 2 സെക്യൂരിറ്റിക്കാരെ കടന്നു വേണം അവരെ ഒരു ആവശ്യത്തിന് കാണാൻ സാധാരണ ജനങ്ങൾക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഉയർന്ന നിലവിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ പോയി കാണാൻ സാധിക്കുമെന്നില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ പിന്നെ ഇടതുപക്ഷ ഭരണത്തിനെതിരെയുള്ള ഒരു ജനവിധി ആയതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും വലിയ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സരള റാണിയെ പരിചയവും പാകതയും പക്വതയും ഉള്ള സരള റാണി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചുകൂടി യൂത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് UDFിലുമുണ്ട്. പക്ഷേ ശാസ്തമംഗലത്ത് ഒരുപക്ഷെ LDF നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥി ഒരു ചെറുപ്പക്കാരി തന്നെയാണ്. സരള മാമിനോടൊപ്പം ശ്രീലേഖ IPSനോടൊപ്പം നിൽക്കുന്നത് ഒരുപക്ഷെ പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ റീലിലൊക്കെ വളരെ നൃത്തമൊക്കെ ചെയ്ത് ഒരുപക്ഷെ നിരവധി ആരാധകരുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. LDF സ്ഥാനാർത്ഥിയാണ് ശാസ്തമംഗലത്ത് നിൽക്കുന്നത്. ഇത് എത്രമാത്രം ഒക്കെ ബാധിക്കും? നമ്മൾ പ്രായം മാത്രം കാരണം ഇപ്പോൾ യൂത്ത് കുറച്ചുകൂടി മുമ്പോട്ട് വരുന്നുണ്ടെങ്കിലും യൂത്ത് വരേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഈ കുട്ടിയെ ഒരു പാവം പിടിച്ചൊരു കുട്ടി, അതിന്റെ അമ്മയാണ് ആഗ്രഹിച്ചത് സ്ഥാനാർത്ഥിത്വം. അതിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പാവം പിടിച്ച കുട്ടിയെ ബാംഗ്ലൂരിൽ നിന്ന് IT ജോലിയുള്ള ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു വരുത്തി സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. പാവപ്പെട്ട അമ്മയെ ഒഴിവാക്കാൻ വേണ്ടി അവരാണ് എല്ലായിടത്തും ഓടി നടന്നുകൊണ്ടിരുന്നത്. അവരെ ഒഴിവാക്കാൻ വേണ്ടി അതൊക്കെ പാർട്ടിയിലെ പ്രാദേശിക പ്രശ്നങ്ങളാണ്. നമ്മളൊന്നും അത്
കൂടുതൽ വിട്ട് പറയുന്നില്ല. എല്ലാവരുടെയും സഹായം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട്, കാരണം നമുക്ക് വോട്ടാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും എതിരാളികളെ കുറിച്ച് മോശമായി ഒന്നും പറയുന്നില്ല. നമുക്ക് വോട്ട് വേണം. അപ്പോൾ അതിന് നമ്മൾ എല്ലാവരുടെയും വോട്ട് നമ്മൾ സ്വീകരിക്കും.